ഗൈസ്, അപ്പം നമ്മൾ ബാഗ് എടുക്കാൻ മറന്നിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് അച്ഛമ്മേൻ്റെ വീടെടുത്ത് പോവാണ് കേട്ടോ. അച്ഛമ്മ അരീക്കോടാണ്, അമ്മേൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അറിയാലോ ബാത്റൂമിൻ്റെ പണിക്ക് നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഓട്ടോയിലൊക്കെ കയറി ഇതേ കീശ്ശേരി എത്തുകയാണ്. കീശ്ശേരി എത്തിയ ഉടനെ അരീക്കോടിക്കുള്ളൊരു ബസ് പോയിട്ട് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ട് പോകുന്നതെല്ലാം കൊണ്ടോട്ടിക്കുള്ള ബസ്സായിരുന്നു. പിന്നെ അരീക്കോടിക്ക് വന്നൊരു ബസ് ഇതേ ഞാൻ വിചാരിച്ചു അരീക്കോടിക്കാണെന്ന്, ബട്ട് അത് വിളയിലേക്കായിപ്പോയി. അങ്ങനെ കുറച്ച് നേരം കൊണ്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നേരെയാണ് കേട്ടോ അരീക്കോടിക്ക് ബസ് വന്നത്. അമ്മയുണ്ട് കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല. അമ്മ മാവൂർ പോയി വരുന്ന വഴിക്ക് എന്നെ പിക്ക് ചെയ്തിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇതേ അമ്മ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ, പെരും മഴയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ കുറച്ച് കുറഞ്ഞ സമയത്ത് ഞാൻ വേഗം ഫോൺ എടുത്ത് എൻ്റെ കുറച്ച് പട്ടിഷോക്ക് കാണിക്കൽ തുടങ്ങി. അച്ഛമ്മ അച്ഛമ്മ ഇതാര വന്നു നോക്കി. അമ്മ അമ്മ ഒന്നും വേണ്ട, ഇതാര വന്നത് നോക്കി. ആരത്? ആരാ? നീറ്റ് നോക്കി, നീറ്റ് നോക്കി ആരാന്ന്. മഴ അങ്ങോട്ട് നേരത്തെ ഒരു ദിവസം വെള്ളപ്പോഴേക്ക് തണിച്ചിട്ട് നീക്കാൻ പിന്നെ വേണ്ടിയ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി. അച്ഛമ്മേനോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. ഇനി എന്നാൽ വീട്ടിലേക്ക് വരുന്നത് ചോദിച്ചപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരാം, ഇനിയിപ്പോൾ ഇവിടെ വന്ന് കുറേ ദിവസം നിൽക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു വത്തൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ അമ്മയ്ക്കും അമ്മനും ഈ ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവരലാണ് കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ ബാഗ് എടുക്കാൻ മറന്നിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ കരിങ്കാളിയല്ലേ കരിഞ്ഞ പെണ്ണാള് ഒടിവാളെടുത്ത് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഒരു അങ്ങാടിക്ക് എത്തി കഴിഞ്ഞപ്പോൾ ഈ അമ്മായി വിളിക്കുന്നുണ്ടായിരുന്നു, ഉണ്ണി എൻ്റെ ബാഗ് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി ബാഗൊക്കെ എടുത്ത് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റ് പോയി, 5 മിനിറ്റ് പോയി. ഈ ബാഗിലൊന്നുമില്ല, കുട മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് കുട വളരെ അർജൻറ്റായിട്ടുള്ളൊരു ഇതാണ്. സോ നമുക്കത് എടുക്കാതെ പോരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ബാഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, നിങ്ങൾ എൻ്റെ സ്പെക്സ് വെച്ചിട്ടുള്ള കോലം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാത്തവർ വേഗം കണ്ടുകൊള്ളുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സ്പെക്സ് വെച്ചിട്ട് രസമുണ്ടോയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഐ തിങ്ക് ബൈക്കിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും കേൾക്കാൻ പാടില്ലെന്ന് തോന്നുന്നു. ഗല തവളകളുടെ സൗണ്ടും വെള്ളത്തിൻ്റെ സൗണ്ടും ഉണ്ട്, ബൈക്കിൻ്റെ സൗണ്ടും ഉണ്ട്. എന്തായാലും നമുക്ക് ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയറിയോ ഗൈസ്, ഈ വരുന്ന ബാക്കിൽ ഗൈസ്, ഈ ബാക്കിലെ വണ്ടി നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ചമ്രം പടിയായിട്ടുണ്ട്. സോ നമ്മുടെ മുടിയൊക്കെ നനഞ്ഞ് പിഴിഞ്ഞ് അന്നം പറഞ്ഞിരിക്കുന്നുണ്ട് ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ பார்க்கலாம். ഓക്കെ ഗൈസ്, അപ്പോൾ